ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത കാര്യമാണ് OETയുടെ വാലിഡിറ്റി എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത്. IELTSൻ്റെയും ചിലപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് ആയിരിക്കും അയർലൻഡിലേക്ക് വരാനിരിക്കുന്നവർക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. പക്ഷേ OETയുടെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്തവരാണ് എന്നോട് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് IELTSൻ്റെ കാര്യം ക്ലിയറായിട്ട് അറിയത്തില്ല. IELTS എഴുതിയിട്ടുള്ളവർ നിങ്ങളും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എക്സ്റ്റെൻഡ് ആയി കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാമല്ലോ, ഇങ്ങനൊരു എക്സ്റ്റൻഷൻ പലരും ചെയ്ത് അവർക്ക് എക്സ്റ്റെൻഡ് ആയി കിട്ടി. അപ്പോൾ അങ്ങനെയുള്ളവർ ഷെയർ ചെയ്തതാണ്. എന്നോട് ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു ഫോളോവറാണ്, ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടനൊരു ബിഗ് താങ്ക്സ്. കാരണം ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനൊരു കാര്യം ഷെയർ ചെയ്യുന്നത് കൊണ്ട് പലർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യണം. പിന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതല്ല, ഇങ്ങനെ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്ത് എക്സ്റ്റെൻഡ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഇൻ്റർവ്യൂ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു സാഹചര്യം എന്ന് ഉദ്ദേശിച്ചത് ഇൻ്റർവ്യൂ കിട്ടാത്ത സാഹചര്യം. ഇത് എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. അപ്പോൾ പലരും അവരുടെ ഡിസിഷൻ ലെറ്റർ രണ്ടാമത് പുതുക്കിയവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് OETയുടെ വാലിഡിറ്റി, ഈ ഡിസിഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റി തീരുന്നതിന് മുന്നേ തീർന്നു പോകും. അവർക്ക് അവരുടെ ഡിസിഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റിയോടൊപ്പം തന്നെ OETയുടെ വാലിഡിറ്റിയും എക്സ്റ്റെൻഡ് ആയി കിട്ടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ NMBI ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സെക്കൻഡായിട്ട് നിങ്ങളിപ്പോൾ ഡിസിഷൻ ലെറ്റർ വീണ്ടും പുതുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റിയോട് ഒപ്പം തന്നെ OETയുടെ വാലിഡിറ്റിയും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ആയി കിട്ടും. അപ്പം അത് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് അത് കിട്ടുന്നത്, അതേപോലെ തന്നെ അതിന് എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്, ആ ലെറ്റർ എഴുതേണ്ട മോഡൽ എങ്ങനെയാണ് NMBIക്ക്, അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ രണ്ടാമത്തെ DL പുതുക്കി കിട്ടി 48 അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ഒരു OETയുടെ എക്സ്റ്റൻഷൻ ചെയ്തിരിക്കണം. നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് നിങ്ങൾ മെയിൽ അയക്കണം. ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അവർക്ക് NMBIക്ക് മെയിൽ അയക്കണം. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ രണ്ടാമത്തെ ഡിസിഷൻ ലെറ്റർ പുതുക്കി കിട്ടി വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ OETയുടെ എക്സ്റ്റൻഷൻ ചെയ്തിരിക്കണം. അപ്പം അത് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ NMBIക്ക് മെയിൽ അയക്കണം. ചെയ്ത് കഴിഞ്ഞും നിങ്ങൾ NMBIക്ക് മെയിൽ അയക്കുക. ഇനി ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. Who can request an extension? You are eligible to request an extension if you have already submitted your NMBI application, you have received your decision letter, but your OET is expiring before you complete adaptation or the RCSI aptitude. Basically, you are in the final stages but need more time. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാം, ആദ്യമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ലാസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇതെല്ലാമാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. How to request the extension? Step 1. Write an email to overseasregistration@nmbi.ie. Step 2. In your email, include your full name, your NMBI reference number, the OET test date and expiration date, a short explanation of why you are requesting the extension. Mention that your results have not changed, aptitude test exam date or adaptation date, employer name. Step 3. Attach your OET test report PDF for their reference and new decision letter. ഇനി ഞാൻ പറയാൻ പോകുന്നത് ആ ലെറ്ററിൻ്റെ മോഡലാണ്. സോ അതെനിക്കറിയത്തില്ല അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഞാൻ ടൈപ്പ് ചെയ്തതാണ്. സോ ക്ലിയർ അല്ലെങ്കിലും ഞാനത് ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. How to write the letter? This is the letter format. It's an example, so I can read it out for you. Subject: request to extend OET validity. In that you can add your full name and NMBI reference number and your passport number, OET test date,
OET expiry date, also and your OET username and password to give them access. In content, you can add your specific reason. This is just an example. Anyway, after adding the reason, you can write like, I have not yet completed the final stage of registration. Confirm that I have not retaken OET and my results remain unchanged. Kindly consider extending my OET validity for the registration process. Thank you for your support. Kind regards, and your name. This is just a model, but you can write in your own words. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ എങ്ങനെയാണ് ഈ OETയുടെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആയി കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മെയിൽ അയച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ, അതായത് നിങ്ങളുടെ ഫസ്റ്റ് മെയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിപ്ലൈ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള റിപ്ലൈ ആയിരിക്കും. സോ ഈ ഒരു റിപ്ലൈക്കകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യം. അപ്പം അങ്ങനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കുക. Once they received your email, they will give you reply within 1 or 2 days, and the reply will be almost same as like this. Dear applicant, thank you for your email. Please grant access to view your OET result. Follow these steps. Log into your My OET account. Click on the drop down arrow on the OET result you would like us to see. Select Manage Verifier Access. Choose NMBI from the list. So by doing all those steps, you can select NMBI from the list. Also in that, you have to give access to 4 modules of OET separately. Once you completed all the steps according to what they said, അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് മെയിൽ അയക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളൊരു മെയിലും കൂടെ വിടുക. സോ അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ആയി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു മെയിൽ നിങ്ങൾക്ക് വരും. ഇങ്ങനെ ഒരു മെയിലായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. You can again send a mail to them for confirming your completion. And once you confirm your completion, they will again send you a mail within 1 or 2 days. It will be almost same as like this. Dear applicant, we acknowledge receipt of your English language test result to NMBI. The result have been verified with the testing provider and recorded in your application. You must now commence your compensation measure within 12 months from the date of your decision letter. Once your qualifications are recognized, apply for registration within 2 years from English language test date. Your OET remains valid throughout your compensation measures and registration process. However, if you do not complete your compensation measure before your decision letter expires, your current OET will no longer be considered valid. If you choose to reapply for recognition, in this case, you will need a valid OET that is less than 2 years old. That means there is only one chance for this, and if you are reapplying the decision letter, there is no more chance for increasing your OET validity. If like so, you have to attend another exam. ഇതിൻ്റെ അകത്ത് പറയുന്നത് നിങ്ങളുടെ ഡിസിഷൻ ലെറ്ററിൻ്റെ വാലിഡിറ്റി എന്തോരം ഉണ്ടോ അത്രയും തന്നെ നിങ്ങളുടെ OETയുടെ വാലിഡിറ്റി കൂടെ എക്സ്റ്റെൻഡ് ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക്, അതായത് ആ ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടല്ലോ, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എംപ്ലോയറിനെയൊക്കെ കിട്ടി, ചിലർക്ക് ഡേറ്റ് എടുത്തവരുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഡാപ്റ്റേഷന് ഡേറ്റ് കിട്ടിയവരുണ്ട്. സോ അവർക്കൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആകും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനി ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകാനിരിക്കുന്നവർക്ക് ഒരു ഐഡിയ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നത് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനുമാണ്. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.